30 പേരുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ മോർച്ചറിയിലുണ്ട്. അതിലിപ്പോൾ ഏതാണ്ട് 9 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ബോഡികൾ കൊണ്ടുപോകും. ഒരാളിപ്പോൾ ഇവിടെ തന്നെ അവരുടെ ഒരു മരിച്ച ഷക്കീലയുടെ മകള് ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് മുകളിൽ. അത് കൂടാതെ കോയമ്പത്തൂർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ 3 പേര് അവിടെയുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ഉടനെ തന്നെ തുടങ്ങും. രാത്രി തന്നെ അത് ചെയ്യാനുള്ള ഏർപ്പാടുകൾ മന്ത്രി കൃഷ്ണൻകുട്ടി ഇവിടെ നേരിട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. SP ഓൺ ദി വേ ആണ്. അവരേതാനും സമയത്തിനകം എത്തിച്ചേരും. സബ് കളക്ടറും മറ്റു സംഘവും അവിടെ നിന്ന് വന്നിട്ടുണ്ട്, പോലീസും ബാക്കി ആളുകളും ഒക്കെ. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണ്? അറിഞ്ഞിടത്തോളം ഇപ്പോൾ അത്ര സീരിയസ് അല്ല. എന്നാൽ തീരെ ഇതല്ല എന്നും പറയാനും പറ്റൂല. പറ്റുന്നുണ്ട്. കുട്ടി അത് നമ്മളുടെ ഒരു റിലേറ്റീവും കൂടിയാണ്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല, അവിടെ ഉണ്ട്. കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പ്രസന്റ് അത് അറിഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാത്രി തന്നെ ഇപ്പം തന്നെ പൂർത്തിയാവും. രാത്രി തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്.